بالله ما شاء الله وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم آتي يوم الميدان يا عباد تجومي സമയം വളരെ വിരളമായതുകൊണ്ട് അല്പവാക്കുകൾ മാത്രം മുമ്പിൽ സംസാരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ അലീമിൽ ഇതുപോലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നാം ദുആ ചെയ്യുകയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തെ വലിയതായ ഹബീബനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആ മഹത്തായ വേദിയിലാണ് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമയത്ത് ആമുഖിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് അല്പ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിരാമം കുറിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുന്നു, സഹാബ, ഞങ്ങൾ ധാരാളം നിസ്കരിക്കുന്നവരാണ്, ധാരാളം സകാത്തുകൾ കൊടുക്കുന്നവരാണ്, ധാരാളം നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. ഇതെല്ലാം സ്വീകരിച്ചു യാതൊരുവിധ ഉറപ്പും സഹാബ. പക്ഷേ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഇബാദത്ത്, അത് സ്വലാത്തു അലൻ നബി. അതേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. എത്ര വലിയ രോഗം ബാധിച്ചിട്ടാണ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുന്നത്, എല്ലാ രോഗത്തിനും ഒരൊറ്റ മൂല്യം പറയുകയാണെങ്കിൽ അത് റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദരവായ തങ്ങളുടെ പേരിലുള്ള ഇസ്ലാമാണ്, തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അതേ ഹബീബായ തങ്ങളുടെ ഇലേകതാ നാല് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആദ്യം വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരികയാണ്. എന്നിട്ട് തങ്ങളോട് പറയും, സല്ലി കുല്ലി യൗമിൻ 10 മറാ. തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരു ദിവസം 10 സ്വലാത്ത് പതിവാക്കിയാൽ തങ്ങളെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? അതേ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അവിടുന്ന് പറയുകയാണ്, അനാ നബിയ റൂഹു കമാ ഖബിദൽ അർവാഹുൽ അംബിയാ. മരണത്തിന്റെ വേദനകളില്ലാത്തൊരു ഭയാനകരമാണ് മരണമെന്നുള്ളതുമല്ലാത്ത വേദനയുള്ള കാര്യമാണ്. ആയിഷാബിക്ക് പറ്റി വേണോ ആ വേദനാജനകമായ മരണത്തിന് ആ റൂഹ് പിടിക്കുന്നതിലേക്ക് ബുദ്ധി വേണോ ആയിഷ എന്ന് ചോദിച്ചപ്പോ അതേ ആയിഷാബിക്ക് പറയുന്നു, അതേ ആയിഷ ഒരൊറ്റ ദിവസം ഉറങ്ങുന്നതിന്റെ മുമ്പായി എന്റെ പേരിൽ അതേ ആയിഷ ഇങ്ങനെ പറയുകയാണ്, അതേ
മൂന്നാമതായി പറയുകയാണ് മരണപ്പെടുന്ന സമയത്ത് ഔലിയാക്കൾ മരണപ്പെട്ടതുപോലെ ആത്മീയാക്കൾ മരണപ്പെട്ടതുപോലെ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടതുപോലെ അതാ രണ്ടാമതായി തങ്ങളോട് പറയുന്നു തങ്ങളോട് പറയുന്നു ണ്ടല്ലോ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ സമയത്ത് മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് നിന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിന്റെ ഉപ്പമാരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് വളരെ സുലഭമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് 10 സ്വലാത്ത് ഒരു ദിവസം പതിവാകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ഖൈറുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതേ മൂന്നാമതായി വന്ന മലക്കാരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മദാഹിബായ തങ്ങളരികിലേക്ക് വന്നിട്ട് സല്ലല്ലാഹു ഫീ ഖൗമി കുല്ലി യൗമിൻ അശ്റഫ പള്ളി സ്വലാത്ത് പതിവാക്കിയാൽ ആ സ്വലാത്ത് പതിവാക്കിയവർ കൊടുക്കുക പ്രതിഫലം അറിയുമോ അനാശ്ചിതുല്ലാഹു തആല മാറുറസി ഹത്താ യർഫഉല്ലാഹു ലഹു യൗമമാരി കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല പണ്ടുകാലത്തെല്ലാം അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെല്ലാം ഖുർആൻ പാരായണമാണ് മൗലിദ് പാരായണമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം വീട്ടിൽ പടിയിറങ്ങി പോയില്ലേ കാരണം വീട്ടിലേക്ക് വന്നാതിരികളെ സിനിമാ നടികളും അതുപോലെ സീരിയലിന്റെ നടികളുമാണ് വീട്ടിലേക്ക് കടന്നു വന്നത് സുബ്ഹാനല്ലാഹ് ഗർഭം ചുമച്ചുകൊണ്ട് അതേ പെറ്റ മകനുണ്ടല്ലോ ആ മകനെ നാളെ മത്സരയിലേക്ക് എതിരായി സാക്ഷി നിൽക്കുന്നവളെ എന്താണ് ഇതിനെ പറ്റി പറയുന്നത് എന്റെ ഉമ്മയൊന്ന് മലർത്തി കടത്തുമോ മലർത്തി കടത്തുമോ ചോദിക്കുമ്പോൾ അതാ പൊന്നുപോലെ വിടുന്ന് പറയുകയാണ് ഇന്റെ കാര്യം കൊള്ളുന്നു ഇന്റെ കാര്യം എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്റെ കാര്യം കൊള്ളുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് സമയത്ത് സിറ്റിയിൽ നോക്കിയ എന്റെ ഉണ്ടല്ലോ അവരെ നോക്കിയ ഞാനാണല്ലോ ഇപ്പോൾ യാത്രയെങ്കിലും അവസാനമായ ഒരു ആഗ്രഹമാണ് എന്റെ ഉമ്മയൊന്ന് മലർത്തി കിടക്കുമോ ഞാൻ അവരുടെ മുകളിൽ നിന്നുകൊണ്ട് എന്റെ കാലിനെ എന്റെ ഉമ്മമാരെ സൂക്ഷിക്കണേ ചുമകിടക്കിടക്കൊണ്ട് സിനിമ മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് സിനിമാ നടന്മാരുടെ ഫോട്ടോ കൊണ്ട് നിന്റെ വളർന്നു വരുന്ന കുഞ്ഞിനെ നീ വളം വെച്ച് കൊടുത്താൽ നിന്റെ വലുതായതിന്റെ
അതിന്റെ ശേഷം എന്റെ മകനായി എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരെ കാര്യമില്ല. നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ അനുഗ്രഹങ്ങൾക്ക് നേടിയതാണ്. അതുപോലെ തന്നെ ധാരാളമായി വരുന്ന മലക്കാരാ, അതേ മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിനെ തങ്ങളരികിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പേരിൽ എന്റെ മുത്തുയുടെ പേരുകളാൽ 10 സ്വലാത്ത് ദിവസം പരിപാടിയാൽ അവനുക്ക് കൊടുക്കുന്ന أخي كبيري ويغفر كل ذنب മലക്കുൽ മൗത്ത് പറയുകയാണ്, ഓ സ്വലാത്ത് ചെല്ലിയവരെയൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വിഭാഗമായി തിരിച്ചു വിടുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നരകത്തിലേക്ക് മുഖകുത്തി നീങ്ങുന്ന അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ആ മാറിപ്പോവാനുള്ളൊരു പരിഹാരമാണ് അതേ ആസിറാത്തെന്ന പാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്റെ പെണ്ണേ ശ്രദ്ധിക്കണേ. ആ പാലത്തിലുള്ളത് വളരെ നിങ്ങൾക്ക് ഭയാനകരമായ ഒരു ഫലമാണ്. ആ പാലത്തിൽ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വേഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് കടത്തി തരും. അതേ ജിബ്രീൽ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്, എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു ദിവസം 10 സ്വലാത്ത് പതിവായി എന്റെ ഉമ്മമാരെ സദസ്സിലേക്ക് മടങ്ങുന്ന സമയത്ത് ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമയത്ത് ഈ സമയത്ത് എന്റെ മനസ്സിൽ ഒരു നിശ്ചയം ചെയ്യണം. ഞാൻ ഇന്ന് മുതൽ എന്റെ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലുമെന്ന് അതേ ഒരു മനസ്സിൽ നിശ്ചയം ചെയ്യേണ്ടതുണ്ട്. ഇത്രയെല്ലാം പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളവർ അതിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? ഈമാനിന്റെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പായി 10 സ്വലാത്ത് ദിവസം ചൊല്ലുമെന്ന് അവരവരുടെ നഫ്സിനോട് സ്വയം ദൃഢനിശ്ചയം ചെയ്ത് നിങ്ങൾ മനസ്സിൽ പിരിയണം. അവർക്ക് ഇഷ്ടപ്പെട്ട മുട്ടങ്ങളുടെ നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ കൂടിയതെല്ലാം ഒരു വലിയ അമലായി അവരെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്